വെരി ഹാപ്പി. ഈ സീക്രട്ട് ഒന്ന് പറയണം കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ തൊണ്ട സംരക്ഷിക്കാനും സ്ട്രെയിൻ ഒഴിവാക്കാനും ഇങ്ങനെ ഈസി ആയിട്ട് എങ്ങനെ ഞാൻ മാത്രമായിട്ട് ഉപാസിച്ചെടുത്തൊരു ഉപാസനയാണത്. പറയട്ടെ, ഞാന് എന്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെന്ന് അറിയാലോ. ഞാനൊരു അടുത്ത സമയത്ത് ഒരു 10-15 വർഷത്തിന് മുൻപേ ഹിന്ദു കൾച്ചറിലോട്ട് ഞാൻ മാറിയപ്പോ ഞാനൊരു ഹിന്ദു ഭക്തയാണിപ്പോ. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ കാണാതെ ചൊല്ലും. അത് നിരന്തരം ചൊല്ലും. 40 മിനിറ്റ്. അത് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ആണ് ശരിക്കും. അതായത് ലെങ്തി ആയിട്ട് ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് ഈ ലളിതാ സഹസ്രനാമം കറക്റ്റായിട്ട് ഉച്ചരിക്കുന്ന ഒരാൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് ആക്ച്വലി ഈ സഹസ്രനാമങ്ങൾ ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം അവിടുത്തെ ആരാധനാ രീതികളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും നമ്മുടെ പുറത്തും നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. ഉദാഹരണം കാണിക്കോ അതെങ്ങനെയാന്ന്? ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ ചൊന്ന് ഒരെണ്ണം പറഞ്ഞു കഴിയുമ്പോ ബ്രീത്ത് എടുക്കേണ്ടി വരും. അങ്ങനെ ആയി പിന്നെ 4 നാമം നമുക്ക് ഒരു ബ്രീത്തിൽ പറയാൻ പറ്റും അനായാസം. ഒന്ന് കേൾപ്പിച്ച്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ കോദാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. ഇത് ബേസിൽ ചൊല്ലാം, കുറച്ച് മിഡിൽ ചൊല്ലാം, ഹൈ പിച്ചിൽ നക്ക നമുക്ക് ചൊല്ലിപ്പഠിക്കാം. നമ്മുടെ ലങ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പാടാനേ പറ്റില്ല. നമ്മുടെ സംഗതി നമ്മുടെ തൊണ്ടയിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരണമെങ്കിൽ, നമ്മുടെ ബ്രീത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ലങ്സ് എന്ന് പറയുന്ന സംഭവം കുഴപ്പമായാൽ തീർന്നു. എത്ര ജ്ഞാനമുള്ളവരായാലും നമുക്ക് പാടാൻ പറ്റില്ല. വിചാരിക്കുന്ന ഇത് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റില്ല. നമ്മളൊരു മിനിമം ഒരു 6 മാസം ആയാലും ഇതിലൊന്ന് തത്തിക്കളിച്ചൊന്നൊരു 10-40 വരെയെങ്കിലും എത്തത്തുള്ളൂ. നമുക്ക് സംസ്കൃത വാക്കുകളല്ലേ, ഇത് നമുക്ക് വളരെ ഉച്ചാരണ ശുദ്ധി തരും. എല്ലാ അക്ഷരങ്ങളും നമുക്ക് നല്ലതുപോലെ ഉച്ചരിക്കാനുള്ള ഒരു സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീം ആപീന ഭക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണ രത്ന ചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. ഇതൊരു അതിശയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളർന്നു വരുന്ന തലമുറയ്ക്ക് 100% ഇതൊരു ഉപദേശമാണ്.